വികാരി വീഡിയോക്ക് റെസ്പോൺസ് അങ്ങനെ ഉണ്ട് 17 വ്യൂ. എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉള്ള എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. വീഴ്ചകളിൽ നിന്നും ഞാൻ മാത്രം പഠിച്ചാ പോരല്ലോ, ഇയാളും കൂടി ഒന്ന് പഠിക്ക്. എത്ര ലജ്ജാവഹം. ഞങ്ങൾ വിചാരിച്ച എന്താ നടക്കുന്നതെന്ന് തനിക്ക് കാണണോ? അയ്യോ, ഒരു പുച്ഛവും ഇല്ല ചേച്ചി, സഹതാപമേ ഉള്ളൂ. നിങ്ങളൊക്കെ വിചാരിച്ച ഇവിടെ പലതും നടത്താൻ പറ്റുമെന്നും അറിയാം. വിവാഹപ്രായം കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്തതിന്റെ പ്രതിഷേധമാണോ ഇത്? ചികിത്സയല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോയപ്പോ പാവപ്പെട്ടവും പോയി. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. ഒരു വേണ്ടാതിരത്തിലേക്ക് പോണ ഒരു അനാവശ്യത്തിലേക്ക് പോണ ഒരാളല്ല. ഓനങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടു പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല. എടി, ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ആ ലെഫ്റ്റ് കൈയും ഒരേപോലെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ? മറ്റൊന്നുമായിരുന്നില്ല, അയാളെ ബാഗ് ലിഫ്റ്റ് ചെയ്തതായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ പെണ്ണ് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വളരെ വ്യക്തമാണ്, അയാളുടെ ഈ ബാഗ് ഉണ്ട്. ഞാൻ തെറ്റ് ചെയ്തു, നിരപരാധിയായ ഒരു പാവം മനുഷ്യക്കേണ്ടി വന്നു. ആ ബാഗ് ഒരു മനുഷ്യൻ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യില്ലേ, നിങ്ങളുടെ മുട്ട് പുറകോട്ട് പോയിരിക്കും. പകുതി പേർക്ക് ശരിക്കും എന്താ മാറ്റർ എന്നൊന്നും അറിയില്ല. വ്യക്തിയുടെ കൈയായിട്ട് തന്നെ ആ കാര്യം പതിഞ്ഞിട്ടുണ്ട്, അതാരും ചർച്ച ചെയ്യുന്നില്ല. ആ ബാഗ് ആ മനുഷ്യൻ ഉയർത്തിയതാണ്. നിങ്ങളുടെ മുട്ടനങ്ങാതെ നിങ്ങൾ കൈ ഉയർത്തണമെങ്കിൽ അത് ജിമ്മിൽ മാത്രമായിരിക്കും, അല്ല നിങ്ങൾ വളരെ കാഷ്വൽ ആയിട്ട് ഏതൊരു ബാഗ് ലിഫ്റ്റ് ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ മുട്ട അവിടെ നിന്ന് അനങ്ങി അത് പുറകോട്ട് പോയിരിക്കും. പണികൾ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു. മരിച്ച ദീപകിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്ന് കുടുംബവും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നു. കേസായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പൂർണ്ണമായിട്ട് അതിന്റെ കൂടെ നിൽക്കൂ. ഏതറ്റം വരെ പോകാൻ പറ്റാതെ അറ്റം വരെ പോവുകയും ചെയ്യും. പക്ഷേ ഇതിൽ കുറെ നിയമകുരുക്കളുണ്ടോ, പ്രത്യേകിച്ച് ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ട്. അറിയാലോ, സോഷ്യൽ മീഡിയയുടെ കാലം. യുവതിക്കെതിരെ അല്ലാതെയും പരാതികൾ പോയിട്ടുണ്ട്, കേസെടുക്കുമെന്നുള്ള തരത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കൂല. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. തമ്മയ്ക്കാണ്ട കടിച്ചു കയറാൻ നിൽക്കുന്നവന്മാരുടെ ഇടയിലേക്ക് ഒടയതമ്പരാൻ വന്ന് പ്രത്യക്ഷപ്പെട്ട് സാക്ഷി പറഞ്ഞാലും അവരത് വിശ്വസിക്കുകയില്ല. ചത്താലും നീ പുഴുത്തേശാവൂ, ഓർമ്മിച്ചോ? ചത്താലും നീ പുഴുത്തേശാവൂ. രണ്ട് പാവങ്ങളെ ദ്രോഹിച്ചതിന് നിനക്ക് കിട്ടിയ കൂലിയത്. എല്ലാ പുരുഷന്മാരും നല്ലവരല്ല, അതുപോലെ തന്നെയാണ് സ്ത്രീകളും. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സാർ ഈ വകുപ്പ്, അല്ലാതെ പുരുഷന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന്. ഒരു കഷ്ണം കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ട നമ്മൾ കാണേണ്ടി വന്നു. പ്രതികരിക്കരുത്, കാരണം മരിച്ചതൊരു പുരുഷനാണ്. ഒരു മലയാളിയാവണമെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും ഒരു KSRTC ബസ്സിൽ കയറിയിരിക്കണം. എന്റെ പൊന്നോ വേണ്ട. എന്താ ബസ്സിൽ കിടന്ന് യാത്രയാൽ സ്ഥലമുണ്ടായിട്ടും ജയനെ പോലെ കവിമ തൂങ്ങി പിടിച്ച് പോകാൻ